ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ചക്കപ്പുഴുക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ഈ ചാനലിൽ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ 10 വർഷം കൂടി നാട്ടിൽ പോയിരിക്കുമായിരുന്നു. 10 വർഷങ്ങളായിട്ട് പല പല കാരണങ്ങളാൽ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഈയിടെ പോകേണ്ട ഒരു കാരണം വന്നു. എൻ്റെ മൂത്ത ബ്രദറിന് ഒരു മേജർ സർജറിയൊക്കെ പെട്ടെന്ന് എമർജൻസി സർജറിയൊക്കെ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ലീവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിപ്പിടിപെടുത്ത് നാട്ടിൽ പോയി. അപ്പോൾ അങ്ങനെ ഒത്തിരി സമയമൊന്നും ഇല്ലായിരുന്നു, ഒരു 2 ആഴ്ചയോളം അങ്ങനെ നാട്ടിൽ പോയി. അതൊരു കാരണം. അതുകൂടാതെ ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ റീതിങ്ക് ചെയ്യുമായിരുന്നു, ഇങ്ങനെയൊരു ചാനൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ. കാരണം നമുക്ക് കമൻസ് ഇല്ല, വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് പിന്നെ പോട്ടെ പേരിന് 1000 ഉണ്ടെന്ന് വിചാരിച്ച് ആശ്വസിക്കാം. 10 ലക്ഷവും 1 ലക്ഷവും ഒന്നും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അത്രയിലും ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് അങ്ങോട്ട് ഇപ്പം എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ചെയ്യുമ്പോഴും എനിക്ക് അങ്ങോട്ടാണ് നഷ്ടം വരുന്നത്, അങ്ങോട്ടാണ് എനിക്ക് ചിലവ്. എല്ലാവരും ഒരു യൂട്യൂബർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പൈസ അടിച്ചു മാറ്റുന്ന ഒരാൾ, അല്ലെ ഒത്തിരി പൈസ കിട്ടുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതിനൊക്കെ ഒരു എക്സെപ്ഷനാണ്. എന്നെ പോലെയുള്ള കുറച്ച് ആൾക്കാരെങ്കിലും ഒക്കെ കാണും. ഇതിപ്പം നമ്മൾ ആ ഒരു പാഷൻ, നമ്മുടെ ആ എൻ്റെ ആ ചെറിയ പാട്ടും കലയും കവിതയൊക്കെ ഒന്ന് ചെയ്യാനായിട്ടൊരു മീഡിയ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ചാനൽ എന്നുള്ള രീതി മാത്രമേ ഞാനിതിനെ ചിന്തിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും ചില സമയങ്ങളിൽ നമുക്കൊരു മടുപ്പ് തോന്നും. എപ്പോഴും ഇങ്ങനെ നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ, പിന്നെ ഇത് തന്നെ ഇങ്ങനെ ചെയ്യും. പക്ഷേ എങ്കിലും അത് ചെയ്യുന്നതിൽ നിന്ന് എനിക്കൊരു വലിയൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. കാരണം ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യണ്ടേ. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ വയലാർ എഴുതിയതുപോലെ ആ പാട്ടുണ്ടല്ലോ, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഇനിയൊരു ജന്മമൊന്നും എന്തായാലും വേണ്ട, ഉള്ള ഒരു ജന്മം കൊണ്ട് തന്നെ മതിയായിട്ട് ഇരിക്കുവാണ്. പക്ഷേ ഉള്ള ഒരു ജന്മത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളത് ചെയ്ത് ഈ മനോഹര തീരമാക്കാനുള്ള ഒരു ശ്രമം, കുറച്ചെങ്കിലുമൊക്കെ മനോഹരമാക്കാനായിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണെന്ന് പറഞ്ഞാലും ആ നേഴ്സിങ്ങിന് വേണ്ടതായ കഴിവുകളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ വളരെയധികം കഷ്ടതകളിലൂടെയാണ് ഈ ഒരു പ്രൊഫഷന് ഞാൻ ഇത്രയും വർഷം നിലനിന്നത്. ഞാൻ നേഴ്സിങ്ങിന് പോരുവാന്ന് അന്നത്തെ കാലത്ത് അങ്ങനെ ഞാൻ നേഴ്സിങ്ങിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൂത്ത അമ്മയുടെ ആങ്ങളയുടെ വൈഫ് ഗ്രേസി ആൻറ്റി പറയുമായിരുന്നു, അയ്യോ ഈ കൊച്ച് നേഴ്സിങ്ങിന് പോയിട്ട് ഇത് എന്തോ കാണിക്കാനാണെന്ന്. അത് സത്യമാണെന്ന് കാലം തെളിയിച്ചു. എനിക്ക് അതിൻ്റേതായ ഒത്തിരി കഷ്ടപ്പാടുകൾ ഞാൻ അനുഭവിച്ചു. ഞാൻ എപ്പോഴും പറയും, ഞാൻ താജ്മഹൽ കഴിഞ്ഞ അടുത്ത അത്ഭുതമാണ് ഷൈനി നേഴ്സിംഗിൽ സർവൈവ് ചെയ്ത് ഇത്രയും വർഷം എന്ന്. പക്ഷേ എങ്കിൽ അതിൽ കൂടിയും ദൈവം തമ്പുരാൻ എന്നെ നടത്തിക്കൊണ്ട് പോന്നു എന്നുള്ളതൊരു ഭയങ്കര, ഓരോ 12 hour ഷിഫ്റ്റ് കഴിയുമ്പോഴും ഞാൻ പറയുമോ ദൈവമേ നന്ദി, എനിക്കൊരു ദിവസം കൂടെ എന്നെ കടത്തിക്കൊണ്ട് പോയല്ലോ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും ഒരു ഓൾറൗണ്ടർ, ഇച്ചിരിയൊക്കെ പാടും, ഇച്ചിരിയൊക്കെ പ്രസംഗിക്കുക, കഥ, അങ്ങനെയൊക്കെയുള്ള കാര്യം സ്കൂളും കോളേജും തുടങ്ങിയൊക്കെ നമ്മൾ കുറച്ചൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ ഈ ഭൂമിയിൽ. അപ്പം നമ്മുടെ ഓരോ നിമിഷം, ഇന്നിപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം അത് ഇന്നലെ ആയിക്കഴിഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇതിനെ കുറച്ചും കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ജീവിതം എന്ന് പറയുമ്പം സന്തോഷ സന്താപ സമ്മിശ്രമാണ്. പലപ്പോഴും നമുക്ക് നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന്, അല്ലെ നമ്മുടെ ആ ഒരു പാട്ടുണ്ടല്ലോ, സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെണ്ടുലമാടുന്നു, ജീവിതം ഇത് ജീവിതം. പക്ഷെ ചിലരെ സംബന്ധിച്ച് ഈ സുഖം ഒരു ബിന്ദു, ദുഃഖം ഒരു വലിയ ഗോളമായിരിക്കും. ചിലർക്ക് തിരിച്ചുമായിരിക്കും. എങ്കിലും നമ്മൾ അതിൽ നിന്നൊക്കെ കുറച്ചും കൂടെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്കിഷ്ടമുള്ള കാര്യമൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത്, പിന്നെ കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിച്ചു, അയ്യോ അത് ചാനലിൽ ഇന്ന് കാണുന്നില്ലല്ലോ, ഇന്ന് ചെയ്യുന്നില്ലേ എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഒരു ചെറിയ സന്തോഷം തോന്നിയോ, കുറച്ച് പേരെങ്കിലും നമ്മുടെ ഇതൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം. പ്രത്യേകിച്ചും എൻ്റെ സ്മ്യൂളിൽ എന്നോട് ഒരുമിച്ച് പാടുന്ന കുറച്ച് പേരാണ് കൂടുതലും ചോദിച്ചത്. അപ്പോൾ എനിവേ പിന്നെ ഞാൻ ഈ നാട്ടിൽ പോയ തന്നെ ഈ ചാനലിൽ ഞാൻ ഇനി മുമ്പോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ടൊരു 7 days
വെയിറ്റ് ലോസ് ചലഞ്ചൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അതുപോലെ ഇടയ്ക്ക് സ്കിൻ കെയർ, ഹെയർ കെയർ ഇങ്ങനെയൊക്കെയുള്ള ഞാൻ ചെയ്യാറുണ്ട്. എന്നും പറഞ്ഞ് നാളെ നമുക്ക് ഭയങ്കരമായിട്ട് സ്കിൻ ബ്രൈറ്റൺ ആവുന്നു, അല്ലെങ്കിൽ മുടി വളർന്ന് കണ്ടില്ലേ മുടിയുടെ അവസ്ഥ ഇത്രയൊക്കെ ചെയ്യുന്നു, അപ്പോൾ പനക്കൊല പോലെ താഴെ എത്തുന്നു ഒന്നുമല്ല. പക്ഷെ നമുക്കതിനകത്തൊരു സന്തോഷമാണ്, നമുക്കിഷ്ടമുള്ള കാര്യം. ഞാനതൊക്കെ വളരെ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കൂടെ അത് ഷെയർ ചെയ്താൽ ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടെന്നിരിക്കും. ഒത്തിരി മുടി ഉണ്ടായിരുന്ന ആൾക്കാർക്ക് പൊഴിഞ്ഞു പോയവരൊക്കെ ഇല്ല, അവർക്കൊക്കെ ചിലപ്പം ഞാൻ ചെയ്യുന്ന ചില ഹെയർ പാക്കുകളൊക്കെ പ്രയോജനപ്പെട്ടെന്നിരിക്കും. പിന്നെ ഒട്ടുമില്ലാത്തവർക്കും ഉള്ളതും കൂടെ പോകാതെ ഇരിക്കാനും ഒക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ കുറച്ച് വെളിയിലൊക്കെ പോകും, ചെറിയ ഷോപ്പിങ്ങുകൾ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം പാർക്കിൽ നടക്കാൻ പോകും, അതിൻ്റേതോ അല്ലെങ്കിൽ ഇനി അടുത്ത് ഫോള് വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ എൻ്റേതായ രീതിയിൽ വീഡിയോകൾ പിടിച്ച് ഇനി അടുത്ത എപ്പിസോഡുകളിൽ ചെയ്യാനായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ നാട്ടിൽ പോയ വിശേഷങ്ങൾ എനിക്ക് കുറച്ച് പറയണമെന്ന് തോന്നി. കാരണം ഞാൻ 10 വർഷം കൂടി നാട്ടിൽ പോകുമല്ലേ. അപ്പം പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഡൽഹിയിൽ 19 വർഷത്തോളം ഞാൻ ഡൽഹി ജീവിച്ചിട്ട് വന്ന ഒരാളാണ്. അവിടുത്തെ എക്സ്ട്രീംസ് ഓഫ് ക്ലൈമറ്റ്സ്, ചൂടും തണുപ്പും ഒക്കെ നമ്മൾ അതിൻ്റെ ഭീകരതകളിൽ കൂടി നടന്നിട്ടുള്ള ആളാണ്. ചൂടൊക്കെ വരുമ്പോഴേക്കും ഇങ്ങനെ കൈയുടെ സൈഡിൽ കൂടെയൊക്കെ ചൊറിയും ചിഴങ്ങും ഒക്കെ വരുമായിരുന്നു. അതിനെ സൺ അലർജി എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ചൂടത്ത് കുടമ്പുളി പോലെ കറുത്ത് വരണ്ട് നടന്ന നമ്മൾ ഇപ്പം ഇവിടെ വന്നിട്ട് 18 വർഷത്തോളം ആയില്ലേ. അപ്പം നമ്മളൊരു ഐസ് പെട്ടിക്കകത്ത് അടച്ചിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ പെട്ടെന്ന് നാട്ടിലെ ആ കാലാവസ്ഥയിലോട്ട് ചെല്ലുമ്പോഴേക്കും നെടുമ്പാശ്ശേരി എയർപോർട്ടിലൂടെ കാല് കുത്തി വെച്ചപ്പോൾ തന്നെ അയ്യോ എൻ്റെ ചൂഷണം പരവേശം തന്നെ. എൻ്റെ മൂത്ത ആൻറ്റി പറയുന്ന പോലെ ആദിഭൂതമണി മണ്ഡലം കത്തുമെന്ന് പറഞ്ഞ പോലെ അതുപോലത്തെ അവസ്ഥയായിപ്പോയി. ഭയങ്കര എനിക്ക് നിറം കുറവുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ ഒരു വീക്ക്നെസ്സാണ് ഇച്ചിരി കളർ. നല്ല വെളുത്ത ആൾക്കാരെ കാണുമ്പോൾ ഇച്ചിരി നിറം കൂടെ എനിക്കിവിടെ കിട്ടിയായിരുന്നെങ്കിൽ അവർക്കുള്ളതിൻ്റെ ഒരു നല്ലെന്ന് എനിക്ക് തോന്നിയായിരുന്നു. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കാറുണ്ട്, അതുപോലെ എന്നെപ്പോലെ ചിന്തിക്കുന്ന കുറേ പേരെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഫുൾ ഫൗണ്ടേഷനൊക്കെ ഇട്ടാണ് എപ്പോഴും നടക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ ചെന്ന് കഴിയുമ്പം ഈ ഫൗണ്ടേഷൻ ഒരു സൈഡിൽ കൂടെ ഉരുള് പൊട്ടിയ പോലെ ഒഴുകും, ഞാൻ ഒരു സൈഡിൽ കൂടെ പോകും. ഇങ്ങനെ മഴാന്ന് വേർത്ത് ഒഴുകുമല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഞാൻ ഏത് വീട്ടിൽ ചെന്നാൽ അയ്യോ ഫാൻ എവിടെ എന്ന് പറഞ്ഞ് പോയി അതിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കും. അങ്ങനെയൊക്കെ. ഇപ്പം നാളെ നമുക്ക് അങ്ങനെ ഒരു എമർജൻസി വന്നു, നാട്ടിൽ തന്നെ പോയി നിൽക്കേണ്ട ഒരു കാര്യം വന്നു, വേറെ നിവൃത്തിയില്ല, നമ്മൾ നിൽക്കും. പക്ഷേ കുറച്ച് സമയത്തൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഒരു നിസ്സഹായത കൊണ്ടാണ് അങ്ങനെ. അല്ലാതെ ചിലരൊക്കെ പറയുമോ അവൾ താണ്ടെ എന്നാ മിടുക്ക് പറയുമോ, അങ്ങനെയൊന്നും അല്ല. എന്നാ മിടുക്കും ഒന്നും ഇല്ലല്ലോ. മനുഷ്യൻ നമ്മളെല്ലാവരും, ഞാനെപ്പോഴും പറയാറുള്ള പോലെ, എല്ലാം ഉപേക്ഷിച്ച് ഈ ഭൂമി വിട്ട ഒരു ദിവസം ആരെങ്കിലും നമ്മുടെ കയ്യിലൊരു കുരിശ് പിടിപ്പിക്കും, ഒരു കൊന്ത കൈ തരും, ഒരു ഷൂ ഒക്കെ ഇട്ടാൽ പെട്ടിക്കകത്ത് കിടന്ന് അന്ത്യയാത്ര ചൊല്ലി പോകേണ്ടവരാണ് നമ്മൾ. അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ചെറിയ ഒരു സമയം എങ്ങനെയെങ്കിലും കുറച്ച് സന്തോഷമായിട്ടൊക്കെ ജീവിക്കാനുള്ള ഒരു തത്രപ്പാടിൽ നമ്മൾ ഈ ചാനലും അതുമൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം പിന്നെ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഫാമിലി, എൻ്റെ സഹോദരങ്ങൾ, അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട്, എൻ്റെ മൂത്ത ബ്രദർ, അവളുടെ ബ്രദറിൻ്റെ മോള്, പിന്നെ എൻ്റെ മംഗലാപുരത്തുള്ള കൊച്ചു ബ്രദർ, അവൻ്റെ മക്കള്, അവരെല്ലാവരും അവിടെ നിന്ന് വന്നു. അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ഫാമിലി ടൈം എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ കിട്ടി. അതുകൂടാതെ എൻ്റെ വെള്ളുകുളത്ത് ഡ്രോയിങ് സാർ, എന്നെ ഡ്രോയിങ് പഠിപ്പിച്ചിട്ടില്ല സാറ്, എങ്കിലും ഞാൻ ഈ ചാനലിൽ കൂടെ തന്നെ പരിചയപ്പെട്ടതാണ് സാറിനെ. പിന്നെ എനിക്ക് എൻ്റെ അനിയത്തിനെയൊക്കെ സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് സാറിൻ്റെ ഫാമിലിയെ വിസിറ്റ് ചെയ്യാനൊക്കെ ഒരു സമയം കിട്ടി. അപ്പോൾ സാറും ഫാമിലി ഞങ്ങളെല്ലാവരും കൂടി വെള്ളുകുളത്ത് പോകണം. വെള്ളുകുളത്ത് പോയിട്ട് വെള്ളുകുളം സ്കൂളിലൊന്ന് പോകണം. പിന്നെ കുട്ടിസാറെന്ന് അറിയാതെ വന്നു, എൻ്റെ പ്രിയപ്പെട്ട കുട്ടിസാർ. ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. അറിയാതെ കുട്ടിസാറിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അങ്ങ് വെള്ളുകുളം എന്ന് പറയുമ്പോൾ കുട്ടിസാറാണ് എനിക്ക് വരുന്നു. ചാക്കോ സാറിനെയും കുട്ടിയമ്മ ടീച്ചറിനെയും മോള് സിനിയെയും അവരെയൊക്കെ ഒന്ന് കാണാൻ പോകണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഒരു വലിയ മഴ വന്നു. പിന്നെ എനിക്ക് ഇച്ചിരി സമയമുള്ളായിരുന്നു. ആ മഴ കാരണം ആ ദിവസം പോകാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ അന്ന് പോകാൻ പറ്റാത്ത, നടക്കാത്ത ആശകളിൽ ഒന്നായിട്ട് അത് അവശേഷിച്ചു. പക്ഷേ ഇനി എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ പോകും. അപ്പോൾ അങ്ങനെ. പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തി കുമാരി ചേച്ചിയുടെ കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞു. കുമാരി ചേച്ചിയുടെ അടുത്ത് കുറേ 2 ദിവസം നിന്നു. പിന്നെ കുമാരി ചേച്ചിയുടെ മോള് എറണാകുളത്തുണ്ട്. അവളുടെ ഒരു കൊച്ചുമോൻ ലൂക്കാച്ചൻ, അവനെയൊക്കെ ഞാൻ ആദ്യം കാണുക. അവരിപ്പം 5-6 വയസ്സായി. അവനെയൊക്കെ അവരുടെ കൂടെ ഇച്ചിരി സമയം കിട്ടി. പിന്നെ എൻ്റെ സപ്തരജംഗിൽ എൻ്റെ കൂടെ ഒരുമിച്ച് ഡൽഹിയിൽ ഞങ്ങൾ നേഴ്സിങ്ങിന് നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്ത മഞ്ജു, അവളുടെ മോള് കാവ്യ, മോളിപ്പം UK പഠിച്ച് ഡോക്ടറായിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അവൾ ആദ്യത്തെ ഫസ്റ്റ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് രാജഗിരി ഹോസ്പിറ്റലിൽ നാട്ടിലിങ്ങനെ വന്ന ആ ഒരു സമയമായിരുന്നു. അപ്പോൾ അവിടെ എറണാകുളത്ത് വെച്ച് അവളെയും കാണാൻ പറ്റി.
പിന്നെ എന്നെ എൻ്റെ ടീച്ചർ, എൻ്റെ അനാട്ടമി ടീച്ചർ, ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട വിജയലക്ഷ്മി മാഡത്തിന് പോരുന്നതിന് ഇച്ചിരി മുമ്പ് മാഡത്തിൻ്റെ കൂടെ ഒന്ന് ഇച്ചിരി നേരം ഇരിക്കാനുള്ള മാഡം എന്നെ എയർപോർട്ടിലേക്ക് കൊണ്ട് വിട്ടത്. മാഡം എനിക്ക് ഇഷ്ടപ്പെട്ട കൊഞ്ച് കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് നോക്കിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു നല്ല സമയം. അതിൽ ഈ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും ഓർക്കാൻ ഇഷ്ടമുള്ള ഒരു ദിവസം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വെള്ളികുളം സ്കൂളിനെ കുറിച്ച് ഞാനൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വെള്ളികുളം സ്കൂളിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഒരു വലിയ ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ഉപഗ്രൂപ്പുകളുണ്ട് കുറേ കൈത്തോടുകൾ. അതിൽ ഒരു കൈത്തോടിലെ അംഗമാണ് ഞാൻ, വെള്ളികുളം സ്റ്റാഴ്സ് എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തെ അംഗങ്ങളെല്ലാം ഞങ്ങളൊരു 5-6 പേര് 6-7 പേരേ ഉള്ളൂ. അവരെല്ലാവരും കൂടി എന്നെ കാണാൻ ഒരു വീട്ടിൽ വന്നു. അതിൻ്റെ അഡ്മിനായിട്ടുള്ള ഓമന ചേച്ചിയുടെ മിനിച്ചേട്ടൻ്റെ വീട്ടിൽ ഭരണങ്ങാനത്ത് എല്ലാവരും കൂടി വന്നു. അതൊരു ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ആൾക്കാർ ഇത്രയധികം സ്നേഹം, നമ്മൾ ഈ രക്തബന്ധത്തെക്കാട്ടിലൊക്കെ വലിയ സ്നേഹബന്ധം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള, നമ്മളിങ്ങനെ അനുഭവിക്കുമായിരുന്നു അതൊക്കെ. അപ്പോൾ അവരെല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട രാജു ചേട്ടനും രാധ ചേച്ചിയും പിന്നെ മാവത്ത് ജോയിച്ചേട്ടന് ലിസി ചേച്ചി, അവരുടെ മക്കള് ജോയിച്ചേട്ടൻ, മാവത്ത് ജോയിച്ചേട്ടനാണെങ്കിൽ എനിക്ക് ചക്ക ഒത്തിരി ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് പ്ലാവിൻ്റെ മുകളിൽ കയറി ഒരു ചക്കയൊക്കെ ഇട്ട് അത് ചേട്ടൻ തന്നെ എന്നെ വെട്ടി അതിൻ്റെ ചുളയൊക്കെ ഇരിഞ്ഞ് ഒരു ചാക്കിൻ്റെ അകത്താക്കി നല്ല മൂത്ത ചക്കച്ചുള, നല്ല ചക്കയായിരുന്നു. അതൊക്കെ കൊണ്ടുവന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സന്തോഷത്തിന് ഞാൻ ഇങ്ങനെ മതിമറന്നു പോയെന്ന് പറഞ്ഞ പോലെ ഞാൻ ഇറങ്ങാൻ നേരത്ത് ചക്കയുടെ കാര്യം മറന്നുപോയി. അയ്യോ, എനിക്ക് ഭയങ്കര അയ്യോ ഒരു ചക്കച്ചുളം മിസ്സായിപ്പോയി, എടുത്തുകൊണ്ട് വന്നില്ല. പക്ഷേ എൻ്റെ മൂത്ത നാത്തൂന് ഇഷ്ടംപോലെ ചക്ക വേവിച്ച് കൊണ്ടാക്കി തിന്നു. അങ്ങനെ ഞാൻ ആ കുറവൊക്കെ പരിഹരിച്ചു. എങ്കിലും ആ നഷ്ടപ്പെട്ട ചക്കയുടെ ആ ഒരു ദുഃഖം ഇനി അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ വേണം ചേട്ടൻ്റെ വീട്ടിൽ പോയി കുറേ ചക്കയൊക്കെ വേവിച്ച് തിന്നാനൊക്കെ. അപ്പോൾ അങ്ങനെ അവർ പിന്നെ ലീലാമ്മ ചേച്ചി, പിന്നെ റോസമ്മ ചേച്ചിയുടെ മോനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വലിയപറമ്പ് ജോയിച്ചേട്ടൻ്റെ ഒരു കസിൻ, ഒരു കൊച്ചു ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ കട്ടുപ്പാറയിലെ ലിസി ചേച്ചി, വെള്ളിക്കുളത്തെ കൊച്ചി, എൻ്റെ അമ്മ തുടങ്ങി ഞങ്ങൾ ഒത്തിരി അറിയുന്നതാണ് ചേച്ചിയെ. അപ്പം വർഷങ്ങൾക്ക് ശേഷം ചേച്ചി എവിടെയാണ് ചേച്ചി? സ്വിറ്റ്സർലൻഡ് അല്ല, അയർലൻഡിലാണ്. അപ്പം ചേച്ചി അന്നേരം അവധിക്ക് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പം ഞങ്ങളവിടെ എല്ലാവരും കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി വന്നു. അപ്പോൾ ചേച്ചിനെ അങ്ങനെ കാണാൻ പറ്റി. അങ്ങനെ ഒരു നല്ല ദിവസം, പിന്നെ ഒരു ഓർമ്മയിലൊരു ദിവസം, അങ്ങനെയൊന്നും ദിവസം എന്നാണോ, ഓമനിക്കാനൊരു ദിവസം, അങ്ങനെ നമുക്കങ്ങനെ മാറ്റാം. അങ്ങനെ ഒരു ഓമനിക്കാനൊരു ദിവസം സർവശക്തനായ ദൈവം തമ്പുരാൻ തന്നു. അവരെനിക്ക് അന്ന് ഞാൻ ജൂൺ 12 ഓമന ചേച്ചിയുടെ ബർത്ത്ഡേ, ജൂൺ 17 മാവത്ത് ജോയിച്ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം എനിക്കറിയാം അവരിത് ഒരിക്കലും പ്രതീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അവരെ ഒരു സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നിന്ന് പാലായിൽ നിന്ന് ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കും ഒക്കെ മേടിച്ചുകൊണ്ടാണ് പോയത്. അപ്പം അവിടെ ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ കേക്കൊക്കെ മുറിച്ച് അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഷൈനി കൊച്ചിന് ഞങ്ങൾക്കും ഒരു സർപ്രൈസ് തരാനുണ്ടെന്ന് പറഞ്ഞ് അവരെനിക്കൊരു മൊമെൻറ്റോ, ഒരു ഫലകം, ഞാനതിനൊരു സ്നേഹഫലകം എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അതൊരു സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു സമ്മാനമായിരുന്നു. അതെനിക്ക് ഒത്തിരിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരിയും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നിമിഷവും ഒരു സന്തോഷത്തിൻ്റെ ഒരു സമയമൊക്കെ അതായിരുന്നു. അധികം മിണ്ടാതെ അധികം സമയം കിട്ടാതെ തന്നെ ഞങ്ങൾക്ക് പിരിയേണ്ടി വന്നു. പെട്ടെന്ന് ഇച്ചിരി സമയമൊക്കെ കിട്ടിയുള്ളൂ. ഈ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കൂടുതൽ സമയം എല്ലാവരുടെയും കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ബേബി ചേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ബേബി തോമസ് ചേട്ടൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ. ചേട്ടൻ നല്ലൊരു എഴുത്തുകാരനാണ്. ചേട്ടൻ്റെ തേൻകണം എന്ന് പറഞ്ഞ കവിതാ സമാഹാരം വെള്ളിക്കുളം സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് പ്രകാശനം ചെയ്ത കാര്യമൊക്കെ ഞാൻ പ്രീവിയസ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ അതിൻ്റെ ഒരു കോപ്പി എനിക്കും ഇപ്പം നാട്ടിൽ ചെന്നപ്പം തന്നു. അതുപോലെ ഞങ്ങളുടെ വയനാട്ടിലുള്ള കാതറിൻ ചേച്ചി മക്കളുടെ അടുത്ത് UK പോയിരിക്കുമായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ചേച്ചീനെ ആ സമയത്ത് കാണാൻ പറ്റിയില്ല. ഞങ്ങളെല്ലാവരും ചേച്ചിയെ ഒത്തിരി മിസ് ചെയ്തു. പിന്നെ കട്ടുപ്പാറയിലെ ലുസി ചേച്ചിയുടെ ആക്ച്വലി അയർലൻഡ് അല്ല കേട്ടോ, ചേച്ചി ന്യൂസിലൻഡിലാണ്. അങ്ങനെ ഒരു നല്ല അവധിക്കാലത്തിൻ്റെ ഓർമ്മ, എക്സെപ്റ്റ് ക്ലൈമറ്റ്, അതിൻ്റെ കഷ്ടപ്പാടുകൾ ഒഴിച്ചാൽ എല്ലാം കൊണ്ട് ഒരു നല്ല സമയമൊക്കെ ദൈവം തന്നു. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡുകൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ എത്ര സ്കിൻ കെയർ, ഹെയർ കെയർ എന്തൊക്കെ വെളിയിലത്തെ എന്താ പിടിച്ചിട്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. കാരണം ഇതിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പല ഈ കെയറുകളൊക്കെ ചെയ്യുന്ന ചാനലുകൾ ഇങ്ങനെ കൂണ് പോലെയാണ് കിടക്കുന്നത് യൂട്യൂബിൽ. അപ്പോഴാണോ ഇത് നമ്മുടെ ഒരു ചെറിയ ചക്കപ്പുഴുകയാണ്. എങ്കിലും കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ഇഷ്ടമുള്ള കുറച്ച് പേരെങ്കിലും ഒക്കെ കാണുന്നവർ കാണുകയും പിന്നെ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമൊക്കെ വെച്ച് നമ്മൾ ഇനിയും ഈ യാത്ര തുടർന്ന് തന്നെ പോകാം. അടുത്തുള്ള എപ്പിസോഡിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയി കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ.